ഹായ് ഓൾ. സെക്കൻഡ് സെമസ്റ്റർ ബികോമിൻ്റെ ഒരു മൈനർ സബ്ജക്റ്റാണ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ടമെന്റൽസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ഈ ഒരു സബ്ജക്റ്റ് മൈനറായി തിരഞ്ഞെടുത്ത ഏത് പ്രോഗ്രാം ചെയ്യുന്ന ആളുകളാണെങ്കിലും ഏത് സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ജസ്റ്റ് ചെറിയൊരു ഡിസ്കഷൻ മാത്രമാണ്, ചെറിയൊരു എക്സ്പ്ലനേഷൻ എല്ലാത്തിൻ്റെയും, കൂടുതൽ ഉണ്ടാവില്ല, ചെറിയൊരു എക്സ്പ്ലനേഷൻ, ഒരു ആസ് എ റിവിഷൻ എന്ന രീതിയിൽ. ഓക്കെ, സോ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു സബ്ജക്റ്റ് മൈനറായിട്ട് എടുത്ത എല്ലാവരിലേക്കും. ദെൻ സെക്ഷൻ എ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. Define insurance. Insurance is a contract between two parties whereby one party agreed to undertake the risk of another in exchange for consideration known as premium. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ റിസ്ക് ഏറ്റെടുക്കാൻ. അപ്പോൾ ഏറ്റെടുക്കുന്നതിന് പകരമായിട്ടൊരു കൺസിഡറേഷൻ കൊടുക്കും, അതിന് വിളിക്കുന്ന പേരാണ് പ്രീമിയം. അതാണ് ഈ ഇൻഷുറൻസ് അല്ലേ. Promises to pay fixed sum of money to other party on happening of uncertain event. ഒരു അൺസർട്ടൈൻ ഈവന്റ് സംഭവിക്കും, അല്ലെങ്കിൽ ഒരു അൺസർട്ടൈൻ ഈവന്റിന് മുകളിൽ ക്യാഷ്, ഒരു ഫിക്സ്ഡ് സം മണി അഷ്യൂർ ചെയ്യുന്നതിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഹൗ ഏജ് അഫക്റ്റ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കാൽക്കുലേഷൻ. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏജ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതാണ്. ഏജ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ഇൻഷുറൻസ് പ്രീമിയം. വളരെ പ്രധാനമായിട്ടും ഏജ് എന്ത് ചെയ്യുന്നത് ഇൻഷുറൻസിനെ ബാധിക്കുന്നത് പ്രീമിയത്തെ. കമ്പനി അസസ് ദ റിസ്ക് ഓഫ് ദി ഇൻഷുർഡ് മോർട്ടാലിറ്റി വിച്ച് ടെൻഡ് ടു ഇൻക്രീസ് വിത്ത് ഏജ്. ഒരു ഇൻഷുർഡിന്റെ മോർട്ടാലിറ്റി കമ്പനി അസസ് ചെയ്യും, മരണനിരക്കാണ്. സോ അത് വിച്ച് ടെൻഡ് ടു ഇൻക്രീസ് വിത്ത് ഏജ് കൂടുമ്പോൾ അത് മോർട്ടാലിറ്റി കൂടും. സോ ജനറലി യങ്കർ ഇൻഡിവിജ്വൽ പേ ലോവർ പ്രീമിയം. യങ്കർ ഇൻഡിവിജ്വൽ ആണെങ്കിൽ, വളരെ കുറഞ്ഞ വയസ്സുള്ള ആളുകളാണെങ്കിൽ ഈ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അവർക്ക് പ്രീമിയം കുറവായിരിക്കും. അത്രേ ഉള്ളൂ. കാരണം അവർക്ക് എന്തുണ്ട്, ലോങ്ങർ എക്സ്പെക്റ്റഡ് ലൈഫ് സ്പാൻ ഉണ്ട്, ബെറ്റർ ഹെൽത്ത് പ്രൊഫൈൽ ഉണ്ട്. അതേപോലെ വൈ പ്രീമിയംസ് റേസ് ആസ് ഇൻക്രീസ് ഏജ്, ഇൻഷുറൻസ് കമ്പനി യൂസ് ആക്ച്വറിയൽ ഡാറ്റ ടു ഡിറ്റർമൈൻ ദി probability of death for individual of different ages. യങ്ങർ ഇൻഡിവിജ്വൽ ഓവർ probability of death. യങ്ങർ ഇൻഡിവിജ്വൽ ആണെങ്കിൽ പ്രോബബിലിറ്റി മരിക്കാൻ സാധ്യത കുറവാണ് അല്ലേ, പെട്ടെന്ന് മരിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ റിസ്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇൻഷുറൻസ് കമ്പനിക്ക്. പക്ഷെ കൂടുതലായിട്ടും എന്താണ്, കുറച്ച് അത്യാവശ്യം ഏജുള്ള ആളുകളാണെങ്കിൽ അവരുടെ മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് പ്രീമിയവും കൂടുതലുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ പോളിസി എടുക്കുക എന്നുള്ളത് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. സോ ഏജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇൻഷുറൻസ് പ്രീമിയം കാൽക്കുലേഷന്റെ കാര്യത്തിൽ. സോ വാട്ട് റോൾ ഡസ് ദ സം അഷ്യൂർഡ് പേ ഇൻ ഡിറ്റർമൈൻ ഇൻഷുറൻസ് പ്രീമിയം. ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഷുറൻസ് പ്രീമിയം ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഈ സം അഷ്യൂർഡ് പേന്റെ റോൾ എന്താണെന്നുള്ളതാണ്. സം അഷ്യൂർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കൊടുക്കുന്ന ആ എമൗണ്ട്, ഇൻഷുറൻസ് പോളിസി ഹോൾഡർക്ക് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ആ എമൗണ്ട് ഉണ്ടാവും. സം ഇഷ്യൂർഡ് ഇസ് ദ എമൗണ്ട് പെയ്ഡ് ക്ലെയിം ഓർ മെച്യൂരിറ്റി. ആ ക്ലെയിം എമൗണ്ട് ആണ് ഈ സം ഇഷ്യൂർഡ് എന്ന് പറഞ്ഞാൽ. ഹൈ സം ഇഷ്യൂർഡ് ഹയർ പ്രീമിയം. നല്ല പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഹൈ പ്രീമിയം ആണെങ്കിൽ നല്ല ഹൈ സം ഇഷ്യൂർഡ് ഉണ്ടാവും, വലിയൊരു ക്ലെയിം, ഒരു വലിയൊരു എമൗണ്ട് കിട്ടും. ലോവർ സം ഇഷ്യൂർഡ് ലോവർ പ്രീമിയം. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രീമിയം ആൻഡ് സം ഇഷ്യൂർഡ്. പ്രീമിയവും സം ഇഷ്യൂർഡും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. നല്ല പ്രീമിയം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലെയിം കിട്ടും. ഹയർ പേ ഔട്ട് റിസ്ക് ലീഡ് ടു ഹയർ പ്രീമിയം. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ദി ടേം ലൈഫ് ഇൻഷുറൻസ്. ടേം ലൈഫ് ഇൻഷുറൻസിന് ലിമിറ്റേഷൻസ് എന്താ? അപ്പൊ ടേം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടേം, ഒരു കാലാവധി പറഞ്ഞിട്ടുണ്ടാവും. അത്തരം ലൈഫ് ഇൻഷുറൻസ് ആണ് ടേം ലൈഫ് ഇൻഷുറൻസ്. അത് നോ ക്യാഷ് വാല്യൂ, ടെമ്പററി കവറേജ് കിട്ടും. പ്രീമിയം ഇൻക്രീസ് വിത്ത് ഏജ്, ഏജിനനുസരിച്ച് പ്രീമിയം കൂടും. നോ പേ ഔട്ട് ഇഫ് പോളിസി ഹോൾഡർ സർവൈവ്. ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി ബേസ്ഡ് ഓൺ ഹെൽത്ത് എലിജിബിലിറ്റി. ഹെൽത്തിന് അടിസ്ഥാനത്തിലാണ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോങ് ടേം നീഡ്സ്. ലോങ് ടേം നീഡ്സിന് ഇത് സ്യൂട്ടബിൾ അല്ല. വാട്ട് ആർ ദി ഡ്രോബാക്സ് ഓഫ് എൻഡോമെന്റ് പോളിസി. എൻഡോമെന്റ് പോളിസിയുടെ ഡ്രോബാക്ക് എന്തൊക്കെയെന്നുള്ളതാണ്. ലോ റിട്ടേൺ, ലോങ് ടേം കമ്മിറ്റ്മെന്റ്, ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി, ഹയർ പ്രീമിയം, ലോ ലിക്വിഡിറ്റി, ദെൻ ലോ സറണ്ടർ വാല്യൂ. അങ്ങനെ എൻഡോമെന്റ് പോളിസിയുടെ ഡ്രോബാക്ക് ആണ് പറഞ്ഞത്. എൻഡോമെന്റ് പോളിസി എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു നിശ്ചിത പീരീഡിന് നമ്മൾ പ്രീമിയം അടക്കുമ്പോൾ, ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ കാലാവധി എടുക്കുമ്പോൾ ആ ഒരു എമൗണ്ടും അതിൻ്റെ കൂടെ ബോണസും കമ്പനി തരും. അതാണ് ശരിക്കും എൻഡോമെന്റ് പോളിസി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് പ്രീമിയം ഒക്കെ എന്ത് ചെയ്യും, കൂടുതലുണ്ടാവും. അതാണ് ഹയർ പ്രീമിയം ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ ദി കോമൺ റീസൺ ഫോർ ക്ലെയിം റിജക്ഷൻ.
ഒരു ക്ലെയിം റിജക്ഷൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇൻഷുറൻസ് കമ്പനി പെട്ടെന്ന് നമുക്ക് ക്ലെയിം ചെയ്തു തരുമല്ലോ, അപ്പോൾ അതിൽ ചില കാരണങ്ങൾ ഉണ്ടാവും. ഹൗ ക്യാൻ ലാപ്സ്ഡ് പോളിസി ബി റിവൈവ്ഡ്? ഒരു ലാപ്സ് ആയ പോളിസി എങ്ങനെ റിവൈവ് ചെയ്തെടുക്കാം? ഫാൾസ് ഇൻഫർമേഷൻ അബൌട്ട് ഏജിനെ കുറിച്ച് നമ്മൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തുവിടെങ്കിൽ അവർ ക്ലെയിം ചെയ്യില്ല. അതേപോലെ മെഡിക്കൽ ഹിസ്റ്ററി, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്, ഇൻകം, ഒക്കുപ്പേഷൻ എക്സെട്ര, ഇതൊക്കെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? അതൊക്കെ റിജക്ട് ചെയ്യും, ക്ലെയിം റിജക്ട് ചെയ്യും. അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനിയും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. ഓക്കെ, then discuss the revival option available ആയിട്ടുള്ള റിവൈവൽ ഓപ്ഷൻസുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഇഫ് ദ പ്രീമിയം റിമെയിൻ അൺപെയ്ഡ് അറ്റ് ദ ഓഫ് ദി ഗ്രേസ് പീരിയഡ് ദ പോളിസി വിൽ ലാപ്സ്. പ്രീമിയം ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു പീരിയഡ് വെച്ചിട്ടും പ്രീമിയം കൊടുത്ത് വീട്ടിയിട്ടില്ല എങ്കിൽ ആ പോളിസി ലാപ്സ് ആവും. ആ ഇൻഷുറർ നോ ലോങ് കവർ ആൻഡ് പ്രൊവൈഡ് ബെനിഫിറ്റ് ടു ഇൻഷുർ. റിവൈവൽ ഓഫ്, അപ്പോൾ ആ ഒരു ഇൻഷുറൻസ് ക്യാൻസൽ ആയി പോകും, അല്ലെങ്കിൽ അതൊരു ലാപ്സ് ആയി പോകും. അപ്പോൾ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് റിവൈവൽ. റിവൈവൽ പോളിസി റെഫേഴ്സ് ടു റിന്യൂവൽ ഓഫ് എ ലാപ്സ്ഡ് പോളിസി കവറേജ്. ആ ലാപ്സ് ആയ പോളിസി പുതുക്കുക എന്നുള്ളതാണ് റിവൈവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിവൈവൽ സ്കീം, ഓർഡിനറി റിവൈവൽ, ഇൻസ്റ്റാൾമെന്റ് റിവൈവൽ, ഓൺ മെഡിക്കൽ ബേസ്ഡ് സ്പെഷ്യൽ റിവൈവൽ, അങ്ങനെ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് റിവൈവൽ ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. What are the ULIP? Unit Linked Insurance Plan. ULIP stand Unit Linked Insurance Plan, an insurance that combine life insurance and coverage with market linked investment. ലൈഫ് ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും കമ്പൈൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സ്കീമാണ് യുലിപ്പ്. നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് അതായത് പ്രീമിയം, അതെന്ത് ചെയ്യും? പ്രീമിയം ആയിട്ട് അവർ ഇൻഷുറൻസ് ആയിട്ട് എടുക്കും ചെയ്യും. പുറമെ എന്ത് ചെയ്യും? അതൊരു ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യും. അതാണ് യുലിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഫ്രീ ലുക്ക് പീരീഡ് ഇൻ ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസിൽ ഫ്രീ ലുക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഫ്രീ ലുക്ക് പീരീഡ് ഇൻ ലൈഫ് ഇൻഷുറൻസ് ഇസ് എ ടൈം പീരീഡ്. ഒരു ടൈം പീരീഡ് ആണ് പ്രൊവൈഡഡ് ടു പോളിസി ഹോൾഡേഴ്സ് ആഫ്റ്റർ പർച്ചേസിംഗ് ആൻ ഇൻഷുറൻസ് പോളിസി. ഈ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തതിന് ശേഷം പോളിസി ഹോൾഡർക്ക് ആ കമ്പനി കൊടുക്കുന്ന ഒരു സമയമാണ്. എന്തിനാണ്? ഇറ്റ് അലോ ഇൻഷുർഡ് ടു റിവ്യൂ ടേംസ്. അതിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്തെയാണ് ഫ്രീ ലുക്ക് പീരീഡ്. കാരണം ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി റിവ്യൂ ചെയ്യാനുള്ള ഒരു സമയം ആണ് ഈ ഒരു ഫ്രീ ലുക്ക് പീരീഡ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി കീ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ ഫയലിംഗ് എ ഡെത്ത് ക്ലെയിം? ഒരു ഡെത്ത് ക്ലെയിം ഫയൽ ചെയ്യുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ്സിലാണ് വേണ്ടത്? ഒറിജിനൽ പോളിസി ഡോക്യുമെന്റ്, ആ പോളിസി എടുത്ത ഡോക്യുമെന്റ്സ്, ഡെത്ത് ക്ലെയിം ഫോം, ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഐഡന്റിറ്റി, അഡ്രസ്, പ്രൂഫ് ഓഫ് ക്ലെയിമന്റ്, ബാങ്ക് ഡീറ്റെയിൽസ് ഓഫ് ക്ലെയിമന്റ്, എഫ്ഐആർ കിട്ടണമെങ്കിൽ, റിക്വയർഡ് ആവശ്യമുണ്ടെങ്കിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, അതിന്റെ എൻക്വയറിക്ക് നടന്നിട്ടുണ്ടെങ്കിൽ, പോലീസ് കേസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങളൊക്കെ. ഓക്കെ, സെക്ഷൻ ബിയിലേക്ക് വരാം. 6 മാർക്കിന്റെ ക്വസ്റ്റിലേക്ക് വരാം. ദാറ്റ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. 6 മാർക്കാണ്. ഇവിടെ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, ഹോം, ഹെൽത്ത്, ട്രാവൽ ഒക്കെ പേരിൽ തന്നെ ഉണ്ട്. ലയബിലിറ്റി ഇൻഷുറൻസ്, പ്രോപ്പർട്ടി, മറൈൻ, ഏവിയേഷൻ, ഫയർ. Then, what are the functions of IRDA in regulating the insurance industry? ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യുന്നത് IRDA ആണ്. ആ IRDA എന്ന് പറയുന്ന ആ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരുടെ ഫങ്ഷൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ IRDAയുടെ ഫങ്ഷൻസ് എന്താക്കുന്നുള്ളതാണ് പറയുന്നത്. IRDA ആണ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ ടോട്ടലി കൺട്രോൾ ചെയ്യണത്, റെഗുലേറ്റ് ചെയ്യണത്. ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടു ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനികൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് IRDA ആണ്. അപ്പോൾ അവരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഹാൻഡിൽ റിന്യൂവൽ, മോഡിഫിക്കേഷൻ, സസ്പെൻഷൻ, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ, അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ട് പോളിസി ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, പ്രൊവൈഡ് ഗ്രീവൻസ് റെഡ്രസൽ സിസ്റ്റം, ഒരു നല്ലൊരു പ്രശ്ന പരിഹാര ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട്. സെറ്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഏജന്റ് ഓർ ഇന്റർമീഡിയറീസ്. ഈ LICയുടെയും അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെയും ഏജന്റുകൾ ഉണ്ടാവും, ഇന്റർമീഡിയറീസ് ഉണ്ടാവും. അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, അവർക്ക് വേണ്ട ഒരു എന്താ പറയുക, അവർ പെരുമാറേണ്ട രീതിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാ? ഈ IRDA ആണ്. റെഗുലേറ്റ് സർവേയേഴ്സ് ആൻഡ് ലോസ് അസസേഴ്സ്, അവരൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പ്രൊമോട്ട് എഫിഷ്യൻസി ഇൻ ഇൻഷുറൻസ് ബിസിനസ്. റെഗുലേറ്റ് പ്രൊഫഷണൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനെയും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. കളക്ട് ഫീസ് ആൻഡ് ചാർജ്.
കണ്ടക്ട് ഇൻസ്പെക്ഷൻ, എൻക്വയറി ആൻഡ് ഓഡിറ്റ്, ആവശ്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻ, ഓഡിറ്റ് ഒക്കെ നടത്തും ഇൻഷുറൻസ് കമ്പനികളിലൊക്കെ. പ്രിസ്ക്രൈബ് അക്കൗണ്ടിങ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് റൂൾസ്, അതൊക്കെ അക്കൗണ്ടിങ് റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യണം, അതിൻ്റെ റൂൾസുകളൊക്കെ പ്രിസ്ക്രൈബ് അതൊക്കെ പറഞ്ഞു കൊടുക്കും. റെഗുലേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൺട്രോൾ, ടോട്ടലി ഒരു കൺട്രോൾ IRDA ഉണ്ടാവും, അതാണ് അവരുടെ ഫങ്ഷൻസ്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ടേം ലൈഫ് ഇൻഷുറൻസ്? ടേം ലൈഫ് ഇൻഷുറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതാണ്. ഒന്ന്, അഫോർഡബിൾ പ്രീമിയം, ഏർലി എൻട്രി അഡ്വാൻറ്റേജ്, ലോവർ പ്രീമിയം ആണ്, ഫിക്സ്ഡ് പോളിസി ടേം ആണ്, മെച്യൂരിറ്റി ബെനിഫിറ്റ്, ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ഓപ്ഷൻ, ലൈഫ് കവർ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, ഓപ്ഷൻ ടു ആഡ് റൈഡേഴ്സ് ഓപ്ഷൻസ് ഉണ്ടാവും. റൈഡേഴ്സ് എന്നാണ് ഓപ്ഷൻസ് ഉണ്ട്, റൈഡേഴ്സ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ടാക്സ് ബെനിഫിറ്റ് കിട്ടും, പ്രീമിയം വേവർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. Compare the product and service of LIC and private life insurance company in India. LICയും പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയുന്നത്. LICയും പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. LIC എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കീഴിലുള്ള ഒരു പബ്ലിക് കമ്പനിയാണ് LIC, അതുകൊണ്ടാണ് ഇത് പ്രൈവറ്റ് ആണ്. ഓഫർ കൺസർവേറ്റീവ് ട്രഡീഷണൽ ഇൻഷുറൻസ് പ്ലാൻ, കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഷുറൻസ് പ്ലാൻ ആണ് LIC പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഫോർ മോർ ഇന്നോവേറ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ പ്രൊഡക്റ്റുകളാണ് ഈ പ്രൈവറ്റ് സെക്ടറിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊവൈഡ് ടേം ഇൻഷുറൻസ് ബട്ട് കോസ്റ്റ്ലിയർ. ടേം ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കോസ്റ്റ് ആണ്. ഇവിടെയും ടേം ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി എന്താണ് കുറവാണ്. യുലിപ്പ് ഈസ് അവൈലബിൾ വിത്ത് ഫ്യൂവർ ഓപ്ഷൻസ്. യുലിപ്പ് അവൈലബിൾ ആണ് ഇവിടെ, വൈഡ് വെറൈറ്റി ഓഫ് യുലിപ്പ് ആണ് ഇവിടെ അവൈലബിൾ. അതേപോലെ തന്നെ SIP ലിങ്ക്ഡ് പ്ലാൻസും ഈ പ്രൈവറ്റ് ഇൻഷുറൻസിലുണ്ട്. ഫീവർ ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് റൈഡേഴ്സ്, മോർ ഡൈവേഴ്സിഫൈഡ് റൈഡേഴ്സ് ഇൻക്ലൂഡിങ് ക്രിട്ടിക്കൽ ഇൽനെസ്, വൈവർ ഓഫ് പ്രീമിയം. അപ്പൊ ഇത് കുറച്ച് റൈഡേഴ്സ് ഇതിലുള്ളൂ, പക്ഷേ ഈ പ്രൈവറ്റിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ കൂടുതൽ മോർ ഡൈവേഴ്സിഫൈഡ് റൈഡേഴ്സ് ഉണ്ട്. അതേപോലെ റിട്ടേൺ എൻഡോമെന്റ് പോളിസി ആൻഡ് യൂലിപ്സ് ആർ സ്റ്റേബിൾ ബട്ട് ജനറലി ലോവർ. ഓഫറിംഗ് എൻഡോമെന്റ് പോളിസി ആൻഡ് യൂലിപ്സ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ റിട്ടേൺ. എക്സ്റ്റെൻസീവ് ഓഫ്ലൈൻ നെറ്റ്വർക്ക് ഫോർ കസ്റ്റമർ സപ്പോർട്ട്. യൂസിംഗ് സ്ട്രോങ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഹൈബ്രിഡ് മോഡൽ ഫോർ കസ്റ്റമർ സപ്പോർട്ട്. ഇവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. LICയിൽ നോർമലി ഓഫ്ലൈൻ ആയിട്ടാണ് കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുന്നത്. ഡിജിറ്റൽ സർവീസ് ആർ ഇംപ്രൂവിംഗ് ബട്ട് ലെസ് അഡ്വാൻസ്ഡ്. ഡിജിറ്റൽ സർവീസ് കുറവാണ്, അഡ്വാൻസ് ആയിട്ടില്ല. നേരെ മറിച്ച് പ്രൈവറ്റിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആൻഡ് മൊബൈൽ ആപ്സുകളൊക്കെ ഉണ്ട്. ഡിസ്കസ് ദി ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം. ലൈഫ് ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ ടൈപ്സ്. മെച്യൂരിറ്റി ടൈം എത്തിക്കഴിഞ്ഞാൽ ക്ലെയിം കിട്ടും. ഡെത്ത് ക്ലെയിം ഉണ്ട്, അതേപോലെ റൈഡർ ക്ലെയിം എന്ന് പറയുമ്പോൾ ഈ സാധാരണ ബെനിഫിറ്റിനേക്കാളും കൂടുതൽ ഒന്നും കൂടെ എക്സ്ട്രാ കിട്ടുന്ന ചില ക്ലെയിമുകളുണ്ട്. എന്താണ് സാധാരണ പോളിസിക്ക് പുറമെ അധികമായിട്ട് ചില ആനുകൂല്യങ്ങൾ കിട്ടും, അതാണ് റൈഡർ ക്ലെയിം. എന്താന്ന് വീണ്ടും പറയുന്നുണ്ട്. സർവൈവർ ബെനിഫിറ്റ് ക്ലെയിം, ഗ്രൂപ്പ് ഇൻഷുറൻസ് ക്ലെയിം, അങ്ങനെ കുറച്ച് ക്ലെയിമുകൾ. അതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ച് നോക്കിയിട്ട് പോകണം. ഇത് കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണേ, ഇത്ര മതിയാകൂല. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ വാട്ട് ആർ ദി എമർജിംഗ് സെയിൽസ് ടെക്നിക്സ് യൂസ്ഡ് ബൈ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ് ഇൻ ഇന്ത്യ? ലൈഫ് ഇൻഷുറൻസ് ഏജൻസികൾ ഉപയോഗിക്കുന്ന സെയിൽസ് ടെക്നിക്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എമർജിംഗ് സെയിൽസ് ടെക്നിക്സ്, ഈ ലൈഫ് ഇൻഷുറൻസ് ചിലവാകാൻ വേണ്ടിയിട്ട് ഏജന്റുകൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. പേഴ്സണലൈസ്ഡ് സെല്ലിംഗ് ആണ്. ബിൽഡിംഗ് സ്ട്രോങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഒക്കെ. സാധാരണ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ തന്നെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, കണ്ടന്റ് മാർക്കറ്റിംഗ്, യൂസ് CRM സിസ്റ്റം, റെഫറൽ പ്രോഗ്രാം, പാർട്ണർഷിപ്പ് വിത്ത് പ്രൊഫഷണൽസ്, ക്രോസ് സെല്ലിംഗ്, മാർക്കറ്റ് റിസർച്ച്, ഓൺലൈൻ റിവ്യൂസ് ആൻഡ് AI യൂസ്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ആധുനിക ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നിലവിൽ ഇപ്പോൾ LICകളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഏജന്റുകളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരവരുടെ പ്രൊഡക്റ്റ്, ആ ഒരു പോളിസികളൊക്കെ എന്ത് ചെയ്യണത്, മാർക്കറ്റ് ചെയ്യണത്, അങ്ങനെയാണ്. ഡിസ്കസ് ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈഡേഴ്സ് അവൈലബിൾ ഇൻ ലൈഫ് ഇൻഷുറൻസ് പോളിസി. ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ അവൈലബിൾ ആയിട്ടുള്ള വ്യത്യസ്ത തരം റൈഡേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു റൈഡ് ക്ലെയിം പറഞ്ഞു, അതന്നെ റൈഡർ എന്ന് പറയുമ്പോൾ ആ ഒരു സാധാരണ പോളിസിക്ക് പുറമെ അധികമായിട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. വേവർ ഓഫ് പ്രീമിയം റൈഡർ, വേവർ ഉണ്ടാവും. എന്തെങ്കിലും കൂടുതലായിട്ട് അപകടങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പറഞ്ഞതിന് പുറമെ അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അതിന് സ്പെഷ്യലി എന്ത് കിട്ടും, ക്ലെയിം കിട്ടും. അതാണ് ഈ വേവർ. ക്രിട്ടിക്കൽ ഇൽനെസ് ഒക്കെ തന്നെ, മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സ്പെഷ്യലി കിട്ടും, നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാവണതല്ല. ആക്സിഡന്റ് ഡെത്തിൽ റൈഡർ ഉണ്ട്, പെർമനന്റ് പാർഷ്യൽ ഡിസബിലിറ്റി റൈഡർ, ഇൻകം ബെനിഫിറ്റ് റൈഡർ, അങ്ങനെ തുടങ്ങിയ ചില കണ്ടീഷൻസ് ഉള്ള
ചില റൈഡേഴ്സുകളുണ്ട്. ഒരു അധികമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. അപകടം മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടായി അങ്ങനെ മരണം ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ സ്പെഷ്യലി എന്ത് കിട്ടും, ക്ലെയിം കിട്ടും എടുത്തതിന് പുറമെ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ കണ്ടീഷനൊക്കെ ഇൻഷുറൻസ് പോളിസിന്റെ കണ്ടീഷൻ എടുക്കുമ്പോൾ നോക്കണം അതൊക്കെ. Explain the role of bank assurance in life insurance distribution. ലൈഫ് ഇൻഷുറൻസ് ഡിസ്ട്രിബ്യൂഷനിൽ ബാങ്ക് അഷുറൻസിന്റെ റോൾ എന്താണെന്നാണ്. ബാങ്ക് അഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ബാങ്കുകൾ കൊടുക്കുക, ബാങ്കിലൂടെ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നതാണ്. അതാണ് ഈ ബാങ്ക് അഷുറൻസ്. അതിന്റെ റോൾ എന്താ? അങ്ങനെ ആകുമ്പോൾ വൈഡ് റീച്ച് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ നന്നായിട്ട് വൈഡായിട്ട് റീച്ച് ആവും. റെഡ്യൂസ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറക്കാം. കാരണം ബാങ്കിൽ ഏതായാലും കസ്റ്റമർ ഉണ്ടാവും. ഇപ്പോൾ ആ കസ്റ്റമറെ പിടിച്ച് ഇൻഷുറൻസ് എടുപ്പിച്ചാൽ മതി അല്ലേ. പ്രൊവൈഡ് കസ്റ്റമർ കൺവീനിയൻസ്, എനേബിൾ ക്രോസ് സെല്ലിംഗ് ഓഫ് പ്രൊഡക്റ്റ്, ഇംപ്രൂവ് ഫിനാൻഷ്യൽ ലിറ്ററസി, ദെൻ ഇൻക്രീസ് ബാങ്കിന്റെ റവന്യൂ വർദ്ധിക്കുന്നുണ്ട്. സപ്പോർട്ട് ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ. ലാസ്റ്റ് സെക്ഷനിലേക്ക് വന്നതിന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്? നോർമലി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് അല്ലേ. എലമെന്റ്സ് ഓഫ് ജനറൽ കോൺട്രാക്ട് ഉണ്ട്, അതേപോലെ തന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. ജനറൽ കോൺട്രാക്ട് ഉണ്ടാകുന്ന ചില എലമെന്റ്സുകൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിനും ഉണ്ടാകണം. അതാണ് ഈ പറയുന്ന ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, ലീഗൽ റിലേഷൻഷിപ്പ്, കോൺസെൻസസ്, ആഡിഡം, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കോമ്പിറ്റൻസി ഓഫ് പാർട്ടി, ഫ്രീ കൺസെന്റ്, ലോഫുൾ കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജക്റ്റ്. ഇനി ബേസിക് ആയിട്ടുള്ള ഇൻഷുറൻസ് മാത്രം ഉണ്ടാകുന്ന ചില പ്രിൻസിപ്പിൾസ് ആണ്. ഇതൊന്നും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പ്രിൻസിപ്പൾ ഇൻഡെമിനിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് സബ്രഗേഷൻ, പ്രോക്സിമേറ്റ് കോസ്റ്റ്, മിറ്റിഗേഷൻ ഓഫ് ലോസ്, പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ, വാറന്റി. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. ഇത് വീണ്ടും ചോദിക്കാം സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഇതിൽ ഓരോന്നും ചോദിച്ചേക്കാം. എന്താണ് വാട്ട് യു ബൈ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്താണെന്നൊക്കെ ചോദിച്ചേക്കാം. എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽസ്, റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പോളിസി ഹോൾഡർ ആസ് പെർ ഇൻഷുറൻസ് കോൺട്രാക്ട്. ഒരു ഇൻഷുറൻസ് കോൺട്രാക്ട് പ്രകാരം ഒരു പോളിസി ഹോൾഡറുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു പോളിസി ഹോൾഡറുടെ ഡ്യൂട്ടിയാണ്, അല്ലാതെ ആ ഇൻഷുറൻസ് കമ്പനിയുടേതല്ല. അത് മനസ്സിലാക്കുക. റൈറ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ്, റൈറ്റ് ടു ക്യാൻസൽ പോളിസി വിത്തിൻ ഫ്രീ ലുക്ക് പീരീഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു റിട്ടേൺ പോളിസി വിത്ത് റീസൺ, റൈറ്റ് ടു ഗെറ്റ് റീഫണ്ട് കിട്ടാനുള്ള അവകാശം, റൈറ്റ് ടു പാർഷ്യൽ വിഡ്രോവൽ, കുറച്ച് വിഡ്രോ ചെയ്യാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു സ്വിച്ച് ഫണ്ട് സ്വിച്ച് ചെയ്യാൻ അവകാശമുണ്ട്. റൈറ്റ് ടു സറണ്ടർ പോളിസി ആഫ്റ്റർ ലോക്കിൻ പീരിയഡ്. നോമിനി അസൈനി ഹാസ് റൈറ്റ് ടു ക്ലെയിം എമൗണ്ട്, അവർക്ക് ക്ലെയിം ചെയ്ത് കൊടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു മേക്ക് ഓൾട്ടറേഷൻ ഇൻ പോളിസിയിൽ ഒരു ഓൾട്ടറേഷൻ വരുത്താനുള്ള അവകാശം ഉണ്ട്. ഇനി ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഡ്യൂട്ടീസ് ഓഫ് പോളിസി ഹോൾഡേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ബൈയിങ് പോളിസി വാങ്ങുന്ന സമയത്തുള്ള ഡ്യൂട്ടീസ്: ഫിൽ പ്രൊപ്പോസൽ ഫോം കറക്റ്റ്ലി ആൻഡ് ട്രൂത്ത്ഫുള്ളി, ദെൻ ഡു നോട്ട് ലീവ് ബ്ലാങ്ക് ഓർ സൈൻ ബ്ലാങ്ക് ഫോം. ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഇൻഫർമേഷൻ, എല്ലാ ഇൻഫർമേഷനും ഡിസ്ക്ലോസ് ചെയ്യണം, വെളിപ്പെടുത്തണം, ഒന്നും മറച്ചു വെക്കരുത്. ഫോം ഫില്ല് ചെയ്യുമ്പോഴൊക്കെ എല്ലാ കാര്യങ്ങളും എഴുതണം. ചൂസ് സ്യൂട്ടബിൾ പോളിസി ടേം, ആവശ്യമായിട്ടുള്ള പോളിസി ടേം ചൂസ് ചെയ്യുക. സെലക്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം നമുക്ക് അടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു പ്രീമിയം സെലക്ട് ചെയ്താൽ മതി. ചൂസ് പേയ്മെന്റ് ഫ്രീക്വൻസി, ഓപ്റ്റ് ഫോർ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം, രജിസ്റ്റർ നോമിനി കറക്റ്റ്ലി, പ്രൊവൈഡ് കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്. അതൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്താണ്. ആഫ്റ്റർ ബൈയിങ് പോളിസി ബൈയിങ് ചെയ്തതിന് ശേഷം എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന്. ബൈയിങ് ചെയ്താൽ സബ്മിറ്റ് അഡീഷണൽ ഡോക്യുമെന്റ്സ് ഇഫ് റിക്വയർഡ്, ചെക്ക് പോളിസി ആൻഡ് ബോണ്ട് കെയർഫുള്ളി, കോൺടാക്ട് ഇൻഷുറർ ഫോർ ക്ലാരിഫിക്കേഷൻ ഇഫ് നീഡഡ്. ഇൻഷുറർ കമ്പനിയുമായിട്ട് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നോമിനേഷൻ, ദ ഇൻഫോം ഇൻഷുർ ഫോർ ചേഞ്ച് ഓഫ് നോമിനേഷൻ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇൻഷുറർ അറിയിക്കണം. അപ്പോയിന്റ് ഇഫ് നോമിനീസ് മൈനറാണ് നോമിനി ആയിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ചിട്ട് അപ്പോയിന്റ് ചെയ്യണം. ഗെറ്റ് അപ്പോയിന്റീസ് കൺസെന്റ്. ഇൻ കേസ് ഓഫ് പോളിസി ലാബ്സ്, കോൺടാക്ട് ഇൻഷുറർ ഫോർ റിവൈവൽ ഓപ്ഷൻ. ഇൻ കേസ് ഓഫ് ലോസ് പോളിസി, ഇൻഫോം ഇൻഷുറേഴ്സ് ഇമ്മീഡിയറ്റ്ലി. അപ്ലൈ ഡ്യൂപ്ലിക്കേറ്റ് പോളിസി സെയിം റൈറ്റ് ആസ് ഒറിജിനൽ. അറ്റ് ദ ടൈം ഓഫ് ക്ലെയിം, ഫുൾഫിൽ all requirements of insurer, cooperate in claim settlement and recovery process. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡ്യൂട്ടീസ്. ഓരോ സമയത്തുള്ള ഡ്യൂട്ടീസ് ആണ്. ദ ടൈം ഓഫ് ക്ലെയിം അല്ലേ, ഓരോ സമയത്തുള്ള ഡ്യൂട്ടീസ് ആണ് ഇത് പറയുന്നത്. ഇൻ കേസ് ഓഫ് ലോസ് ഓഫ് പോളിസി, അപ്പോൾ ആ ഡ്യൂട്ടീസൊക്കെ ആരുടെ ഡ്യൂട്ടീസാണ്? പോളിസി ഹോൾഡർ ഡ്യൂട്ടീസാണ്. ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, താങ്ക് യു.